തീർത്തും പ്രാദേശികമായ ഒരു വിഷയം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്നുള്ളതാണ്. നെട്ടയം മലവിള സ്വദേശിയായിട്ടുള്ള ഒരു ബിനു എന്ന പ്രദേശവാസിയാണ് സ്വന്തം ബന്ധു കൂടിയായ യുവാവിനെ മർദ്ദിച്ചത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് കനത്ത സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ വിഷയമാണോ? അല്ലല്ല, ഇത് ഒരിക്കലും ഒരു രാഷ്ട്രീയ വിഷയമല്ല. ഇത് ഈ സുനിൽ എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM പ്രവർത്തകനോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇത് BJP കാരെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ സംഘർഷമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. സംഘർഷത്തിൻ്റെ കാതലെന്ന് പറയുന്നത് ഈ വിനുവും ഈ സുനിൽ എന്ന് പറയുന്നത് അവർ അയൽവാസികളാണ്. അപ്പോൾ അവർ ബന്ധുക്കളും കൂടെയാണ്. അപ്പോൾ അവർ ഫാമിലി ഇഷ്യൂ. എങ്ങനെയാണ് നിലവിൽ ഈ പ്രാദേശിക വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറുകയും കോൺഗ്രസ് BJP CPM സംഘർഷത്തിലേക്ക് കടക്കുകയും ചെയ്തത്? ഇതൊരിക്കലും പ്രാദേശിക വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി വിഷയമല്ലാത്തതിന് കാരണം അടിച്ചവരെല്ലാം BJP RSS പ്രവർത്തകരാണ്. പക്ഷേ ഇവിടെ നിന്നവരെല്ലാം ഇവിടുത്തെ നാട്ടുകാരാണ്. അവർക്ക് പല ആശയങ്ങളുണ്ട്. അതിൽ BJP കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ഈ പറഞ്ഞ CPM-കാരുമുണ്ട്. അപ്പോൾ അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിച്ച് കൊണ്ട് ഇതിനെ അതായത് അവർ നല്ല പുണ്യാളന്മാരാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ മുതലാണ് ഈ സംഘർഷം തുടങ്ങുന്നത്. അതെ, ഉച്ച മുതലാണ് ഈ സംഘർഷം ആരംഭിക്കുന്നത്. അതായത് ഈ സുനിൽ എന്ന് പറയുന്ന ആൾ ഈ ബിനു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അശ്ലീലം കാണിച്ചു എന്ന് പറഞ്ഞാണ് കേസ് കൊടുക്കുന്നത്. കേസിൻ്റെ ഭാഗമായിട്ട് പോലീസ് അവിടെ വിളിക്കുകയും വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയും വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ ഈ സുനിൽ സ്റ്റേഷനിൽ പോയപ്പോൾ ഈ പരാതിക്കാരൻ വന്നിട്ടില്ല. വരാത്തിൻ്റെ ഭാഗമായിട്ട് വൈകുന്നേരം വിളിപ്പിക്കാമെന്ന് പറഞ്ഞ് പോലീസ് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. അതായത് ഈ പ്രദേശവാസി അല്ലെങ്കിൽ ഇപ്പോൾ ഈ മർദ്ദനത്തിനിരയായ BJP CPM സംഘർഷം ഈ പ്രദേശത്ത് കനത്ത രീതിയിൽ കഴിഞ്ഞ കുറേയേറെ നാളുകളായി തുടരുന്നുണ്ട്. അങ്ങനെ നാട്ടുകാർ ചേർന്നുകൊണ്ട് ഈ BJP സംഘർഷം പലപ്പോഴായി അവസാനിപ്പിക്കുന്ന ശ്രമവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഈ പ്രദേശത്തുണ്ടായിരുന്നു. ആ സമയത്താണ് BJP പ്രവർത്തകർ എത്തുകയും മർദ്ദനം തുടരുകയും. എന്തായാലും സുനിൽ മർദ്ദനമേറ്റ ആൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ ബന്ധുക്കൾ കൂടിയാണല്ലേ? ആ ബന്ധു വിഷയം ഇത്തരത്തിൽ മാറുകയായിരുന്നു, രാഷ്ട്രീയ വിഷയത്തിലേക്ക് മാറി? ബന്ധു വിഷയം രാഷ്ട്രീയ വിഷയത്തിലോട്ട് മാറി. ഒരു മരത്തിൻ്റെ പേരിലായിരുന്നു ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അതിപ്പോൾ രാഷ്ട്രീയം എന്നുള്ള രീതിക്ക് ആയതാണ്. മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ? മർദ്ദനത്തിൽ പരിക്കുണ്ട്. എവിടെയൊക്കെ പരിക്കേറ്റ്? ചെവിയുണ്ട്, പിന്നെ ഷോൾഡറിൻ്റെ ഇവിടെ ഉണ്ട്, പിന്നെ ഈ ബാക്കിലൊക്കെ ഉണ്ട്, ഇടിയുടെ ഒരു ഇതൊക്കെ ഉണ്ട്, പിന്നെ മൂക്കിൽ നിന്ന് ബ്ലഡൊക്കെ വന്നായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്, കല്ലെറിഞ്ഞു എന്നാണ് പറയുന്നത് പ്രദേശവാസികൾ എന്ന് പറഞ്ഞാൽ അത് അവരെ അങ്ങനെ പ്രൊവോക്ക് ചെയ്തതല്ല. BJP പ്രവർത്തകർ വന്നത് കൊണ്ടിട്ട് ആ ഒരു രീതിക്ക് നാട്ടുകാരെന്നുള്ള നിലയിൽ നമ്മൾ ചെറുത്ത് നിന്നതാണ്. അല്ലാതെ പോലീസിനെ ഞങ്ങളാരും മർദ്ദിക്കാൻ പോയിട്ടില്ല. RSSകാരും BJP-ക്കാരും സംഘടിതമായി ഞങ്ങളെ ആക്രമിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ RSS BJP പ്രവർത്തകരും വന്നു അല്ലേ? അവരാണ്, അല്ലാതെ ഇതിനകത്തുള്ള ആരുമില്ല. ഈ പ്രദേശത്തുള്ള ഒരു BJP-കാരനോ RSSകാരനോ ഈ സംഘർഷത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പുറത്തു നിന്ന് മണികണ്ഠേശ്വരം, പിന്നെ ആശ്രമം, നെട്ടയം, വട്ടിയൂർക്കാവ് അങ്ങനെയുള്ള പല പ്രദേശത്തു നിന്നുള്ള ആൾക്കാരാണ് വന്നത്. കീർത്തനം, എന്തായാലും നമ്മൾ സംസാരിച്ചത് പ്രദേശവാസികൾ തന്നെയാണ്. പല രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഈ പ്രദേശത്തിന് അപ്പുറത്തുള്ള പ്രദേശത്തൊക്കെ BJP-യുടെയും RSSൻ്റെയും ഒക്കെ അത്രത്തോളം നിലവിൽ ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല. ഈ പ്രദേശത്ത് പലപ്പോഴും ഇത്തരത്തിൽ സംഘർഷങ്ങൾ അതിരൂക്ഷമാണ്. CPM BJP സംഘർഷം എന്നതിനപ്പുറത്തേക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തിനപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളൊക്കെ BJP-യുടെയും അതുപോലെ തന്നെ RSSൻ്റെയും ശക്തി കേന്ദ്രങ്ങളാണ്. ഇവിടെ നിന്ന് ഈ പ്രദേശത്തേക്ക് ആക്രമണങ്ങൾ പലപ്പോഴും അഴിച്ചുവിടുന്നത് ഒരു നിരന്തര സംഭവമാണ്. അങ്ങനെ നാട്ടുകാർ പലപ്പോഴായി ഈ പരാതിയുമായി രംഗത്തെത്തുകയും അത്തരത്തിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ചെറിയൊരു പ്രാദേശിക വിഷയം മാത്രമാണ്. ഒരു മരത്തെ ചൊല്ലി ബന്ധുക്കൾ തമ്മിലുണ്ടായ സംഘർഷം, രണ്ട് ബന്ധുക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണെന്നുള്ളതാണ്. ഒരാൾ CPM-ഉം മറ്റൊരാൾ BJP-യും. ആ ഒരു വിഷയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അതൊരു രാഷ്ട്രീയ വിഷയമായി മാത്രം എടുത്തുകൊണ്ട് വൻ സംഘർഷത്തിലേക്ക് ഇത് ഒരിക്കലും പാർട്ടി വരായ്ക്കല്ല, ബന്ധുക്കൾ തമ്മിലുള്ള വ്യക്തി വരായ്ക്കുന്നു, അതിർത്തി തർക്കത്തിന്റെ വ്യക്തി വരായ്ക്കുന്നു. ഇത് ഒരു കാരണത്തിലും അവൻ ഒരു രാഷ്ട്രീയത്തിലും ഇല്ല, അടിയുണ്ടാവുകയോ ഒരു രാഷ്ട്രീയത്തിലും ഇല്ല. അപ്പൊ CPM പ്രവർത്തകൻ എന്നുള്ള തരത്തിലാണ് BJP പ്രവർത്തകർ പറയുന്നത്. അത് അവര് പറയുന്നത്, അല്ലാതെ അവൻ ഈ ഒരു രാഷ്ട്രീയത്തിലും അവൻ പങ്കല്ല. അവന് ഒരു വോട്ടുണ്ടെങ്കിൽ അവൻ പോയി ചെയ്യും, ആർക്ക് ചെയ്യണമെന്നോ ഒന്നും അറിയാൻ പറ്റില്ല. അത് അവൻ ഇവിടെ ഒരു പാർട്ടി പ്രവർത്തനോ ഒന്നുമല്ല. പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും സുനിലിന് രാഷ്ട്രീയമില്ല, മറിച്ച് വ്യക്തിപരമായ കാര്യങ്ങളോ ഒന്നുമല്ല. എന്റെ വ്യക്തിപരമായിട്ട് ഉള്ള പ്രശ്നമായത് കൊണ്ടിട്ട് ഇവരെല്ലാവരും ഇടപെട്ടതാണ്. ഞാൻ വേറെ കുഴപ്പമൊന്നുമില്ല ഉള്ളത് കൊണ്ടിട്ട് അവരെല്ലാവരും ഇടപെട്ടതാണ്.
അതെ, തീർത്തും വ്യക്തിപരമായ ഒരു വിഷയമാണ്. അങ്ങനെ BJP അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പ്രദേശവാസികൾ പ്രതികരിക്കുന്നത്. ഇവിടെ കനത്ത സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. BJP പ്രവർത്തകർ സംഘം ചേർന്നുകൊണ്ടാണ് ഈ സുനിലിനെയും അതേപോലെ തന്നെ ഈ നാട്ടുകാരെയും മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇപ്പോഴും നിലവിൽ ഒരു പ്രതി പോലും ഈ വിഷയത്തിൽ പിടിയിലായിട്ടില്ല. എന്തായാലും BJP പ്രവർത്തകർ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്നുണ്ട്. വട്ടിയൂർക്കാവ് സ്റ്റേഷൻ SI അടക്കമുള്ളവർക്ക് ഇവിടെ കല്ലേറിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്.